ഹായ് ഫ്രണ്ട്സ്, എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഒരു ട്രാവലിംഗ് ആണ് കേട്ടോ. നമ്മളൊരു പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. കാതിരപ്പള്ളി പെങ്ങളുടെ മോനാണ് അപ്പു. ഇവനെ അങ്ങോട്ട് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനും വൈഫും പിള്ളേരുമായിട്ടാണ് പോകുന്നത്. ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച്. ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരി പോയിട്ട് അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ്സിൽ പോയി കാഞ്ഞിരപ്പള്ളി ഇറങ്ങും. അങ്ങനെയാണ് പോകുന്നത്. പോകുന്ന പോക്കിന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇല്ലും കൂടെയാണ് ഒരു സീറ്റ് കിട്ടി. പിന്നെ വൈഫും അവനും അപ്പവും കൂടെ അപ്പുറത്തൊരു സീറ്റ് ഇരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ യാത്ര പോവുകയാണ്. കുട്ടനാട് റൂട്ട് വഴിയാണ് പോകുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ് കുട്ടനാടുകളിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ബസ്സിൽ പോകുമ്പോൾ ആകെ വിഷയമാണ്. റോഡ് പണി ബൈപ്പാസൊക്കെ നടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കട്ടറാണ് അവിടെ മൊത്തവും. എന്നാലും ബൈക്കിലൊക്കെ പോകുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് കുട്ടനാട്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പെങ്ങളുടെ വീട്. നമ്മളിവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ അടുത്തടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു മൂടപ്പാണ്. അവർക്ക് ഒരുപാട് ചെടി കളക്ഷനുണ്ട്. എനിക്ക് ഈ കോഴിപ്രാന്ത് പോലെ അവർക്ക് ചെടിയുടെ ഭയങ്കര പ്രാന്താണ്. ചെടിയുടെ ഒരുപാട് കളക്ഷൻ അവളിലുണ്ട്. ഇത് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒഴിവാക്കി. എന്നാലും വെറൈറ്റി തരം ഒരുപാട് ചെടികളുണ്ട്. കറ്റാർ വാഴയൊക്കെ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോയി നമുക്ക് കോഴികളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് കോഴി ഭയങ്കര ഭ്രാന്താണെന്ന്. തുളസി, മുരിങ്ങയില, അതൊക്കെ എൻ്റെ കമ്പൊക്കെ ഞാൻ കൊണ്ടുവന്നു. ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. കണ്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ പേരെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പറയുന്നൊരു കമൻറ്റ് ചെയ്യണേ ഇത് എന്തൊക്കെ ചെടികളാണെന്ന്. ഇത് നല്ല രീതിയിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടിയാണെന്ന് തോന്നുന്നത്. അങ്ങനെ പെങ്ങളും പിള്ളേരും വരുന്നുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷം എൻ്റെ പിള്ളേർക്ക്. കാരണം ഇവിടെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ കടയിൽ പോയിട്ട് അവളുമായിട്ട് വരുവാണ്, പെങ്ങളുമായിട്ട്. ഇവിടെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിവിടുന്ന് പോയി നമുക്കൊരു ഒറ്റപ്പെട്ട ഇത് സ്ഥലം പോലെ തോന്നുന്നു. അളിയൻ്റെ ഓട്ടോ ആണ്. വീട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. വീട് ഇഷ്ടപ്പെട്ട ഒന്ന് പിന്നെ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ഏകദേശം 10 സെൻറ്റ് സ്ഥലത്താണ് ആ വീട് നിൽക്കുന്നത്. അതിൻ്റെ ബാക്കിലൂടെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 വർഷം അടുത്തായിട്ടുള്ള വീടൊക്കെ പണി കഴിഞ്ഞിട്ട്. അവിടെ പുറയിലുള്ള സ്ഥലമാണ് കേട്ടോ. പുറയിൽ അവർക്ക് ഈ കപ്പയും കാച്ചിലൊക്കെ നട്ടിട്ടുണ്ട്. അത് അളിയൻ്റെ പഴയ വീടായിരുന്നു, കുടുംബ വീടാണ് അത്. ചേനയൊക്കെ ഉണ്ട് ഇവിടുത്തെ. പിന്നെ ഇതുപോലെ എൻ്റെ പോലത്തെ ക്രൈസാണ് അവളുടെ ഇളയ മോന്. കോഴിയുടെ ഭയങ്കര ക്രൈസുണ്ട്. അങ്ങനെ അവൾ കോഴി മേടിച്ചതാണ്. 8 എണ്ണം കിട്ടിയിട്ട് 2 എണ്ണം കഷ്ടപ്പെട്ടു. ബാക്കി 6 എണ്ണം ഉണ്ട്. അങ്ങനെ രാവിലെ തുറന്നു വിടുക കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. എൻ്റെ വൈഫാണ് ചായ കുടിക്കുന്നത്, പെങ്ങൾ. ഇതാണ് എൻ്റെ അകം. പിള്ളേർ ഭയങ്കര കളിയും ബഹളമൊക്കെയാണ്. കാരണം അവർക്ക് ഭയങ്കര ഒരു ഇത് കിട്ടിയ പോലെയാണ്. നമ്മുടെ അവിടുന്ന് ചെറിയ വീട്ടിൽ നിന്നും ചെറിയ ഇടുങ്ങിയ സ്ഥലത്തു നിന്നും ഇങ്ങോട്ട്